ഹലോ! അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷോർട്സ് കണ്ടു വന്നവർക്ക് എന്തായാലും മനസ്സിലായി കാണും. പിന്നെ നമ്മുടെ തംബ്നെയിൽ കണ്ടവർക്ക് മനസ്സിലായി കാണും. നമ്മളൊരു ക്ലൗഡ് ലാമ്പാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മൂൺ ലാമ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. പക്ഷേങ്കിൽ അന്ന് അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എൻ്റെ കയ്യിൽ അതിൻ്റെ ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ടും എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരാഗ്രഹം ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന്. പക്ഷേങ്കിൽ മൂൺ ലാമ്പ് കുറേ പേര് ചെയ്തല്ലോ, ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ ഒരു ടോപ്പിക് എടുത്ത് ചടപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ക്ലൗഡ് ലാമ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഉണ്ടാക്കണത് കാണുമ്പോൾ തോന്നും ഇത് ചെയ്യാൻ ഭയങ്കര ടഫാണല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേങ്കിൽ അത് ഉണ്ടാക്കുമ്പോഴാണ് അറിയുന്നത്. ഞാനും വിചാരിച്ചിരുന്നു ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ചിലപ്പോൾ ഫ്ലോപ്പ് ആവുമോ എന്നൊക്കെ വിചാരിച്ചൊരു വർക്കായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ നമുക്കിതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കുറച്ച് ഐറ്റംസ് മാത്രം മതിയിട്ട്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, കുറച്ച് പഞ്ഞി, പിന്നെ ഒരു LED ലൈറ്റ്, ഗ്ലൂ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പഞ്ഞി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ഞി ഞാനൊന്ന് ഫ്ലഫി ആക്കി എടുക്കുന്നുണ്ട്. കാരണം ഒരു ക്ലൗഡിൻ്റെ ലുക്ക് കിട്ടണമല്ലോ. അതായത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് കുറച്ചെണ്ണം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയാണ് അതിൻ്റെ മുകളിൽ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുപ്പിയുടെ മുകളിൽ മൊത്തത്തിലൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കണം. ഗ്ലൂ ആക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ഗ്ലൂ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് ഒട്ടിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോരും. അപ്പോൾ വീണ്ടും ഒട്ടിക്കാൻ നിൽക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഓരോ പാർട്ടിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു ക്ലൗഡിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. ഒന്ന് കൈ കൊണ്ട് വലിച്ചിട്ടും നമുക്കൊരു രൂപം ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഒരു ക്ലൗഡ് എന്നുള്ള ആ ഒരു രീതിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചു കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ അല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യണേ. ചുരുക്കം പറഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ന്. അങ്ങനെ നമ്മൾ ആ ഒരു പോർഷൻ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കുപ്പിയുടെ ഈ ഒരു കട്ട് ചെയ്ത ചെറിയ പോർഷനില്ലേ, അതെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ LED ലൈറ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു LED ലൈറ്റ് ഞാൻ ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒരു 50 രൂപയാണ് കേട്ടോ അതിൻ്റെ വില വരുന്നത്. വലിയ LED ലൈറ്റ് എന്നല്ല, എന്നാലും ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപകരിക്കുന്ന ഒരു LED ലൈറ്റാണ്. ഞാൻ ആ കുപ്പിയുടെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈറ്റ് വർക്കിംഗ് അല്ലേ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു പോർഷനും കൂടെ നമ്മൾ പഞ്ഞി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും നമ്മൾ പഞ്ഞി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു LED ലൈറ്റിൻ്റെ ബാറ്ററി വരുന്ന ആ പോർഷൻ ഇല്ലേ, അതങ്ങനെ വല്ലാണ്ട് കാണാത്ത രീതിയിൽ പഞ്ഞി ഒന്ന് മറച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യുമ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതായത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിങ്ങനെ തൂക്കി നോക്കിയപ്പം എനിക്ക് അത്ര ഫിറ്റായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ വീണ്ടും പഞ്ഞിയൊക്കെ മാറ്റി അതിൻ്റെ ഇടയിലൂടെ ഹോൾ ഇട്ടിട്ടാണ് ആ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന് ഹാങ്ങിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുപ്പിയിൽ പഞ്ഞി ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ട് അതിലൂടെ ആ ഒരു ത്രെഡ് ഇട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനത് മറന്നു പോയതായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പഞ്ഞിയുടെ ആ ഒരു സൈഡ് മാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഹോളിട്ട് കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഹാങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഹാങ്ങിങ് ഉണ്ടാക്കിയിട്ട് പഞ്ഞി ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലൗഡ് ലാമ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയപ്പം കാണാൻ ഭയങ്കര ലുക്ക് ഉണ്ട് കേട്ടോ. ആ ഒരു ശരിക്കും ഒരു ക്ലൗഡിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഇത് ഡെസ്കിൽ വെക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെല്ലോ ടേപ്പിൻ്റെ ടേപ്പ് എടുത്ത് അതിൻ്റെ മുകളിലൊന്നും കൂടെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.